കൊറിയൻ ആക്ഷൻ സൂപ്പർ താരം ഡോൺ ലീ ഇന്ത്യയിലേക്ക് എത്തുന്നുവെന്ന വാർത്ത ആവേശത്തോടെയാണ് ആരാധകർ ഏറ്റെടുത്തത്. പ്രവാസന നായകനാക്കി സന്ദീപ് റെഡ്ഡി വാങ്ക സംവിധാനം ചെയ്യുന്ന സ്പിരിറ്റിൽ താരം വില്ലൻ വേഷത്തിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ഡോൺ ലീ മലയാളികളുടെ മനം കവർന്നിട്ട് നാളുകൾ ഏറെയായി. ഏറെ സ്നേഹത്തോടെ കൊറിയൻ ലാലേട്ടൻ എന്നും ഡോൺ ലീ അണ്ണൻ എന്നുമെല്ലാമാണ് താരത്തെ മലയാളികൾ വിളിക്കുന്നത്. ഡോൺ ലീയുടെ ഏറ്റവും മികച്ച 5 സിനിമകൾ പരിചയപ്പെടാം. ട്രെയിൻ ടു ബുസാൻ ആഗോള ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റായ ചിത്രമാണ് ഇത്. ഹൊറർ ത്രില്ലർ ചിത്രം 2016 പുറത്തിറങ്ങിയത്. സോംബികളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന അച്ഛൻ്റെയും മകളുടെയും കഥയാണ് ചിത്രം പറഞ്ഞത്. ഹൊറർ ചിത്രം ഇഷ്ടപ്പെടുന്നവർ ഉറപ്പായും കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണിത്. ദി ഔട്ട്ലോസ് സിയോളിലെ അധോലോകത്തെ ആസ്പദമാക്കി ഒരുക്കിയ ആക്ഷൻ കോമഡി ചിത്രം. പോലീസ് വേഷത്തിലാണ് ഡോൺ ലീ എത്തിയത്. അധോലോകത്തിൽ നിന്ന് നഗരത്തെ രക്ഷിക്കുന്നതാണ് ചിത്രം. ഗംഭീര ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ദി ഔട്ട്ലോസ്. ദ റൗണ്ട് അപ്പ് സീരീസ് ഏറെ ആരാധകരുള്ള ഫ്രാഞ്ചൈസിയാണ് ദി റൗണ്ട് അപ്പ്. ചിത്രത്തിൽ പോലീസ് വേഷത്തിലാണ് ഡോൺ ലീ എത്തിയത്. ഫ്രാഞ്ചൈസിയിലെ ആദ്യ ഭാഗത്തിന് ദി റൗണ്ട് അപ്പ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. 4 ഭാഗങ്ങളാണ് ചിത്രത്തിൻ്റെതായി പുറത്തു വന്നത്. 4ാമത്തെ ഭാഗമായ ദ റൗണ്ട് അപ്പ് പണിഷ്മെന്റ് ബെർലിൻ ഫിലിം ഫെസ്റ്റിവലിലാണ് പ്രീമിയർ ചെയ്തത്. ദി ഗാങ്സ്റ്റർ, ദി കോപ്പ്, ദി ഡെവൾ ക്ലാസിക് കൊറിയൻ ആക്ഷൻ ത്രില്ലറായി കണക്കാക്കുന്ന ഒരു ചിത്രമാണിത്. ഒരു സീരിയൽ കില്ലറെ തിരഞ്ഞിറങ്ങുന്ന അധോലോക നായകൻ്റെയും ഒരു പോലീസുകാരൻ്റെയും കഥയാണ് ആ ചിത്രം പറയുന്നത്. ഗാങ്സ്റ്ററിൻ്റെ വേഷത്തിലാണ് ഡോൺ ലീ ചിത്രത്തിൽ എത്തുന്നത്. 2019 റിലീസ് ചെയ്ത ചിത്രത്തിന് ആരാധകർ ഏറെയാണ്. ദി ബാഡ് ഗെയ്സ്, റെയിൻ ഓഫ് കെയോസ് ആക്ഷൻ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമാണ് ഇത്. പ്രമുഖ കൊറിയൻ സീരീസായ ബാഡ് ഗെയ്സിനെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുക്കിയത്. ജയിൽ ശിക്ഷ കഴിഞ്ഞ് പോലീസിനെ സഹായിക്കാൻ ഇറങ്ങുന്ന ക്രിമിനലിൻ്റെ വേഷത്തിലാണ് ഡോൺ ലീ എത്തുന്നത്.